നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് മലയാളത്തിലെ ഇട്ട എന്ന കൂട്ടക്ഷരം എങ്ങനെ രണ്ട് വരിയിൽ എഴുതാമെന്നും ഇട്ടയുമായി ബന്ധപ്പെട്ട ഒരു ഗാനവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇട്ട എന്ന അക്ഷരം രണ്ട് വരിയിൽ ആദ്യത്തെ വരിയുടെ ഫസ്റ്റ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി നമ്മൾ ചെറിയൊരു സി എഴുതും പോലെ എഴുതി അത് പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് എസ് പോലെ. അപ്പോൾ ഇത് നമ്മൾ മലയാളത്തിൽ പറയുമ്പം ഇങ്ങനെ എഴുതിയ ഡ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിന് നമ്മൾ എസ് അല്ലേ. ഇനി അതിൻ്റെ താഴെ ഒരു തവണ കൂടെ ഇങ്ങനെ എഴുതുക. ഇട്ട, ഇതാണ് ഇട്ട. ഇട്ട എന്ന കൂട്ടക്ഷരം. ഇട്ട കണ്ടോ, ഇട്ട. ഇനി ഇട്ടയുമായി ബന്ധപ്പെട്ട പാട്ട്. തട്ടത്തിലേന്തിയ കട്ടനുമായി ചട്ടമ്പിക്കുട്ടി വരുന്നുണ്ട്, ഹോയ് ചട്ടമ്പിക്കുട്ടി വരുന്നുണ്ട്. തട്ടത്തിലേന്തിയ കട്ടനുമായി ചട്ടമ്പിക്കുട്ടി വരുന്നുണ്ട്, ഹോയ് ചട്ടമ്പിക്കുട്ടി വരുന്നുണ്ട്. കളിക്കാനായി പാഞ്ഞു വരുന്ന പട്ടിക്കിട്ടൊരു മുട്ടനടി, കളിക്കാനായി പാഞ്ഞു വരുന്ന പട്ടിക്കിട്ടൊരു മുട്ടനടി. ഹോട്ടലിൽ നിന്നും വട്ടി നിറയെ മുട്ടക്കട്ടെടുത്ത കള്ളൻ കുട്ടന് ചട്ടുകം കൊണ്ട് പണി കിട്ടി. ഹോട്ടലിൽ നിന്നും വട്ടി നിറയെ മുട്ടക്കട്ടെടുത്ത കള്ളൻ കുട്ടന് ചട്ടുകം കൊണ്ട് പണി കിട്ടി. കട്ടുറുമ്പിൻ്റെ കടി കൊണ്ടിട്ട് വേദനയാൽ മിട്ടുവട്ടം കറങ്ങി, കട്ടുറുമ്പിൻ്റെ കടി കൊണ്ടിട്ട് വേദനയാൽ മിട്ടുവട്ടം കറങ്ങി. കട്ടകൾ കൊണ്ട് വീടുകൾ കെട്ടാം, തടികൾ കൊണ്ട് കട്ടിലുകൾ പണിയാം. കട്ടകൾ കൊണ്ട് വീടുകൾ കെട്ടാം, തടികൾ കൊണ്ട് കട്ടിലുകൾ പണിയാം. കട്ടിലിലുറങ്ങി തൊട്ടിലാടി ദിനരാത്രങ്ങൾ ആസ്വദിച്ചിടാം. കട്ടിലിലുറങ്ങി തൊട്ടിലാടി ദിനരാത്രങ്ങൾ ആസ്വദിച്ചിടാം. വരുമാനം ചോരാതെ നിലനിർത്തിയിടാൻ ചിട്ടിയിൽ ചേർന്നിടാം കൂട്ടുകാരെ, വരുമാനം ചോരാതെ നിലനിർത്തിയിടാൻ ചിട്ടിയിൽ ചേർന്നിടാം കൂട്ടുകാരെ. പാട്ടത്തിനെടുത്ത പാടത്തിൽ നാട്ടുകാർക്കായി ഞാൻ നട്ടിടാം, പാട്ടത്തിനെടുത്ത പാടത്തിൽ നാട്ടുകാർക്കായി ഞാൻ നട്ടിടാം. ചൂടുള്ള കട്ടനും ചുട്ട കപ്പയും ആവോളം കഴിച്ചിടാം വീട്ടുകാർക്കൊപ്പം. ചൂടുള്ള കട്ടനും ചുട്ട കപ്പയും ആവോളം കഴിച്ചിടാം വീട്ടുകാർക്കൊപ്പം. ചട്ടികൾ നിറയെ ചെടികൾ നട്ടിടാം, നമ്മുടെ വീടൊരു പൂങ്കാവനമാക്കാം. ചട്ടികൾ നിറയെ ചെടികൾ നട്ടിടാം, നമ്മുടെ വീടൊരു പൂങ്കാവനമാക്കാം, നമ്മുടെ വീടൊരു പൂങ്കാവനമാക്കാം. അപ്പോൾ ഈ പാട്ടിലെ വരികളുടെ അർത്ഥം, തട്ടത്തിൽ, അതായത് തട്ടത്തിലേന്തിയ കട്ടനുമായി, തട്ടം എന്ന് പറഞ്ഞാൽ താലത്തിനെയും നമ്മൾ തട്ടം എന്ന് പറയും, തലയിൽ കൂടെ ഇടുന്ന തുണിയെയും തട്ടം എന്ന് പറയും, തട്ടമിട്ടെന്ന് പറയത്തില്ലേ. അപ്പോൾ അതിൽ തട്ടത്തിൽ വച്ച് കട്ടനുമായി ചട്ടമ്പിക്കുട്ടി, അതായത് വികൃതിയായിട്ടുള്ള ഒരു കുട്ടി വരുന്നുണ്ട്. പിന്നെയോ കടിക്കാനായി പാഞ്ഞു വരുന്ന, നമ്മൾ കാണുമ്പോൾ ചില പട്ടികൾ കടിക്കാനായിട്ട് വരുമല്ലോ, അപ്പം നമ്മളെ കടിക്കാനായിട്ട് പാഞ്ഞു വരുന്ന പട്ടിക്ക് നല്ലൊരടി കൊടുത്തു കേട്ടോ. അതുപോലെ ഹോട്ടലിൽ നിന്നും വട്ടി നിറയെ കൊട്ട നിറയെ കൊട്ട നിറയെ മുട്ടയുമായി
എടുത്ത കള്ളന്, മുട്ട എടുത്ത കള്ളന് ചട്ടവും കൊണ്ട് ശിക്ഷ കൊടുത്തു. ഓക്കെ. പിന്നെയോ കട്ടുറുമ്പിൻ്റെ കടി കൊണ്ട മിട്ടുവിന്, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, കട്ടുറുമ്പ് കടിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന അറിയാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ കട്ടുറുമ്പ് കടി കൊണ്ട മിട്ടുവിന് അവൾ വേദന കൊണ്ട് വട്ടം കറങ്ങി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വേദന കൊണ്ട് പുളഞ്ഞു പോയി എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ നമ്മൾ വീട് നിർമ്മിക്കുന്നത്, വീട് കെട്ടുന്നത് കട്ടകൾ കൊണ്ടാണ്. കട്ടകൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ കട്ടകൾ കൊണ്ട് നമുക്ക് വീട് കെട്ടാം. അതുപോലെ തടികളുണ്ടെങ്കിൽ നമുക്ക് കട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മരത്തിൽ നിന്നാണ് നമുക്ക് തടികൾ ലഭിക്കുന്നത്. അപ്പോൾ തടികൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ടിലുകൾ, മേശ, കട്ടിൽ, കസേരയൊക്കെ പണിയുന്നു. അപ്പോൾ ഇട്ട വച്ചുള്ള വാക്കായതുകൊണ്ടാണ് കട്ടിൽ എന്നുള്ള പദം അവിടെ എടുത്തത്. അതുപോലെ തന്നെ കട്ടിലിൽ നമ്മളെന്ത് ചെയ്യും, ഉറങ്ങും. തൊട്ടിൽ എന്ത് ചെയ്യും, ആടും അല്ലേ. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ തൊട്ടിൽ കിടത്തി ആട്ടി ഉറക്കാറുണ്ട്. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടിലൊക്കെ നന്നായിട്ട് ആടി ഉറങ്ങിയത് തന്നെ കേട്ടോ. അപ്പോൾ എന്താണ്, കട്ടിലിൽ ഉറങ്ങി തൊട്ടിലാടി നമ്മുടെ ജീവിതം എന്ത് ചെയ്യാം, ആസ്വദിക്കാം. അതുപോലെ തന്നെ അടുത്ത ഇതെന്തുവാണ്, ദിനരാത്രങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, ദിവസങ്ങൾ. ദിനരാത്രങ്ങൾ പകലും രാത്രിയും, അതാണ് ദിനരാത്രങ്ങൾ, ദിവസങ്ങൾ. ചൂടുള്ള കട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. ചൂടുള്ള കട്ടൻ, തേയിലയും അതുപോലെ ചുട്ട കപ്പ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല കനലിൽ അത് ചുട്ടെടുത്താൽ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ല. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരവസരം കിട്ടുകയാണെങ്കിൽ അതങ്ങനെ ചെയ്ത് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് വീട്ടുകാർക്കൊപ്പം ഇരുന്ന് നമുക്ക് ആവോളം എന്ന് വെച്ചാൽ നമുക്ക് മതി വരുന്നവരെ കഴിക്കാം. പിന്നെയോ പാട്ടത്തിനെടുത്ത പാട്ടം ലീസിന് ലീസ് പറഞ്ഞാൽ പാട്ടത്തിന് റെൻറ്റിനൊക്കെ നമ്മൾ ഇങ്ങനെ വസ്തുവൊക്കെ വയലൊക്കെ ഇങ്ങനെ ചിലർ കൃഷി ചെയ്യാൻ വേണ്ടി മേടിക്കാറുണ്ട്. അപ്പം പാട്ടത്തിനെടുത്ത പാടത്തിൽ നാട്ടുകാർക്കായി ഞാർ നട്ടിടും. നാട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾക്ക് എല്ലാവർക്കും നമുക്ക് വേണ്ടിയിട്ട് ഞാർ നട്ടിയിടും. ഞാറെന്ന് പറഞ്ഞാൽ എന്താണ്, നെല്ല് അല്ലേ, നെല്ല് നടാം. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ചട്ടികളിലാണ് മിക്കവരുടെയും വീട്ടിൽ ഇപ്പോൾ ചെടി നടുന്നത് അല്ലേ. അപ്പോൾ ചട്ടികൾ നിറയെ, പൂച്ചട്ടികൾ നിറയെ നമുക്ക് എന്ത് നടാം, ചെടികൾ നട്ടിയിടാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ചെടിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷമാണല്ലേ, നല്ലൊരു പൂങ്കാവനമാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ചട്ടികൾ നിറയെ ചെടികൾ നട്ട് വീടൊരു പൂങ്കാവനം ആക്കാം. അതുമാത്രമല്ല, വരുമാനം നമുക്കുള്ള വരുമാനം കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുത്തി പോകാതെ നമുക്കൊരു എന്തെങ്കിലും സേവിങ്സ് വേണം അല്ലേ. അതുകൊണ്ടാണ് ചിട്ടിയിൽ ചേരാൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പാട്ടിൻ്റെ വരികൾ എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പാടി പഠിക്കുക, കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ആകാൻ കഴിഞ്ഞ നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.